മക്കളെ നമ്മൾ ഇന്നൊരു മാങ്ങ അച്ചാറാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയുടെ സീസണല്ലേ, അപ്പം മാങ്ങ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് അച്ചാറിട്ട് വെക്കാമെന്ന് ഓർത്തു. അപ്പം നിങ്ങളെ കൂടി അതൊന്ന് കാണിക്കാമെന്ന് ഓർത്താണേ. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് കറിവേപ്പിലയാട്ടെ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൊഴിയാം. ഒരു തുള്ളി വെള്ളം ഇല്ലാതെ അച്ചാർ ചീറ്റിയാൽ വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ കണ്ട നന്നായിട്ട് മൊരിഞ്ഞ് ചുങ്ങി വന്നേക്കണം. ഇനി നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടിപ്പിച്ച മുളക് പൊടിയത്, നല്ല എരിവുള്ള നല്ല കളറുള്ള മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്താം. നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ കൊടുക്കാം. മാങ്ങ ഇട്ടു. ഇത് ഉലുവ, കടുക്, കായം, നല്ല ജീരകം, കുരുമുളകൊക്കെ കൂടി പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് വെച്ച മാങ്ങ ആയതുകൊണ്ടാട്ടോ ഉപ്പിടാത്തത്. ആവശ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരവും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ റെഡി. അപ്പോൾ വാങ്ങി വെക്കാം. ചാറൊക്കെ കുറുകിയിരുന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.